ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഡ്യൂറ്റാണ് വണ്ടി. ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻ്റെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളും നമ്മളല്ല. ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞേക്കാണ്. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞുണ്ട്. ജസ്റ്റ് അവിടെ വരുമ്പോൾ കാണിച്ചു തരാം. ഇത് നിലവിൽ ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല ഒട്ടും. കാരണം ഞാൻ അത്രയും ഔട്ടർ വലിച്ചിൽ വന്നേക്കണതുകൊണ്ട് തന്നെ നമുക്ക് ലിവറുമ്പോൾ പെഡൽ കാണിക്കും, പിടിക്കുമ്പോൾ ബ്രേക്ക് കാണിക്കും, പക്ഷേ വണ്ടി അതിനനുസരിച്ച് നിൽക്കില്ല. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ നമുക്ക് ഈ ബാക്ക് നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. കണ്ടോ, എഞ്ചിൻ ഓയിൽ, ഗിയറിൻ്റെ ഓയിൽ ഇവിടെ ലീക്കേജ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആകെ കൂടി ഗിയർ ബോക്സിൽ വന്നത് 120 മില്ലി ഓയിലാണ്. അപ്പോൾ ഓൾറെഡി ഈ ലീക്ക് ഇങ്ങനെ ഉള്ള സ്ഥിതിക്ക് അത് അഴിച്ചിട്ട് അതിൻ്റെ ആ ഓയിൽ സീലും ബെയറിങ്ങും കൂടി മാറ്റണതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ബെയറിങ് ചെറിയൊരു പ്ലേ കാണിച്ചും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കാൻ സാധ്യതയില്ല. കൂട്ടത്തികൾ മാറ്റി പോകണമായിരിക്കും ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പേപ്പർ ഫിൽറ്റർ നമുക്ക് വരാം. അപ്പോൾ ഒന്ന് തൽക്കാലം ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് ക്ലീൻ ചെയ്തിടാം തൽക്കാലത്തേക്ക് കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം, നമുക്ക് CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി നമുക്ക് അതിനകത്ത് ഉള്ളതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടും ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടും പൊടി ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെങ്കിൽ മാറ്റിക്കളയാനാണ് ബെറ്റർ. ഈ സൈഡിലുള്ള പൊട്ടലൊക്കെ ഇച്ചിരി ഡീപ്പായിട്ട് വന്നിട്ടുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും ആ കട്ട പൊളിഞ്ഞ് പോകാമെന്നൊരു സിറ്റുവേഷനിൽ നിൽക്കണം. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ അതാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ബെൽറ്റ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കയറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണിത്. അതിൻ്റെ തേമാനമൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ളൂ. പിന്നെ ക്ലച്ച് പുള്ളിയുടെ ഭാഗമായാലും നമ്മളത് അഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റിന് വേറെ ഡാമേജ് ഒന്നുമില്ല, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം ആ ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളായാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണുന്നത്. ആക്സിലേറ്റർ കേബിളും നല്ല കേബിളാണ്, വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ബ്രേക്കിൻ്റെ കേബിളുകൾ. ഫ്രണ്ടിലേക്ക് തന്നെ 2 ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കണേ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനില്ല. അത് ഈ ഔട്ടറും ഇതിന് ബ്രേക്ക് കേബിളുകളുടെ ഔട്ടറിന് വലിച്ചിൽ വരുമ്പോഴാണ് ആ പ്രശ്നം കാണിക്കുക. അപ്പോൾ ഈ 2 കേബിളും പോയേക്കാണ്. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ കേബിളും കംപ്ലൈൻ്റ് ആണ്. അപ്പം ബ്രേക്ക് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് അടക്കം മാറ്റിയതിന് ശേഷം ഈ 3 ബ്രേക്ക് കേബിൾ കൂടി മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസ് സ്മൂത്ത് ആവുള്ളൂ. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളായാലും കംപ്ലൈൻ്റ് ആണ്, വർക്കിംഗ് അല്ല, പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റിയിട്ടാൽ നല്ലതാണ്. പിന്നെ ഫ്രണ്ട് വെട്ടലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ടയറിനൊന്നും വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ഗട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അടിയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും, അത് ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. കൂടുതൽ വെട്ടലോ അല്ലെങ്കിൽ ഹാൻഡിലുമോ ബലോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അഴിച്ചത് മാറ്റിയാൽ മതി. അത് അഴിക്കണമെന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയിലേക്ക് മാത്രം നമുക്ക് മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ടയർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ മോഡൽ ടയറൊക്കെ ഇടാതിരിക്കണതാണ് നല്ലത്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേ സൈസാണ്, 10 ഇഞ്ച് വീലാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മാറ്റണ സമയത്ത് ഇപ്പോൾ നമ്മൾ വണ്ടിയുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറുണ്ട്, അതേപോലെ തന്നെ ടയർ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം റോഡുമായിട്ടുള്ള ബന്ധം വന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫ്രിക്ഷൻ ആവശ്യമില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ടയറിൻ്റെയൊക്കെ പ്രോബ്ലം അതാണ്. നമുക്ക് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കുറയും, ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് നമുക്ക് കൂടുതൽ റോഡുമായിട്ട് കോൺടാക്റ്റ് വേണ്ടത്. ഇത് ഫുൾ ടൈം പിടിച്ചോടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മൈലേജിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ ടയറിൻ്റെ ലൈഫിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് കുറവുണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ആ മോഡൽ ടയർ വരുമ്പോൾ കേട്ടോ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ മോഡൽ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വെട്ടലുമായി ബന്ധപ്പെട്ട് ടയറിൻ്റേതായിട്ടുള്ള പ്രോബ്ലം കാണാൻ തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ആ ബാക്കിലത്തെ ടയർ മാറ്റണ സമയത്ത് ഇത് റൊട്ടേഷൻ ചെയ്തിടാം. അതായത് ഈ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്തിട്ട് പുതിയ ടയർ ഇടുന്നത് ഫ്രണ്ടിലിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ വെട്ടലിൻ്റെ പ്രോബ്ലമൊക്കെ തോന്നണം, നമുക്ക് മാറിക്കോളും. പിന്നെ നമുക്ക് ബാറ്ററി, നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററിയാണ്. ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇതിന് ഇരിക്കുന്നത്.
അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചോദിക്കുമ്പോൾ 12.89 റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. ബാറ്ററിയും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിയുടെ ടെസ്റ്റിൽ നമുക്ക് അതിൻ്റെ ചെറിയ വോൾട്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. കാരണം കുറേ സെൽഫ് അടിക്കേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ബാറ്ററിയുടെ കണ്ടീഷൻ ഇതായിട്ടേ കാണിക്കുള്ളൂ. പിന്നെ അത് നിലവിൽ സെൽഫൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കയറ്റി റീസെറ്റ് ചെയ്തേക്കാം കേട്ടോ. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റി വെച്ചേക്കാം. ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. എന്തായാലും പുതിയ ബാറ്ററി ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയില്ല. നമ്മൾ കൂടുതൽ സെൽഫ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുക. പിന്നെ നമുക്ക് പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരിക. അടുത്ത സർവീസിലേക്കൊക്കെ മാറ്റിയാലും മതി. പിന്നെയുള്ളത് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ്. നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് വരാം. അതും നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ തന്നെ ഒരു സെക്കൻഡറി ഫിൽറ്ററാണത്. അപ്പോൾ അത് ഫോം ടൈപ്പാണ്. അത് മൊത്തത്തിൽ പൊടിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിട്ട് ഏകദേശം 50 രൂപ താഴെയാണ് നമുക്കതിന് കോസ്റ്റ് വന്നുള്ളൂ. പിന്നെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഒരു പ്രോബ്ലം വണ്ടിക്കുള്ളത്. വണ്ടിയുടെ എഞ്ചിനിലെ ഓയിലിൻ്റെ ലെവൽ വളരെ കുറവാണ്. ആകെ കൂടിയുള്ള ഓയിലാണിത്. ഏകദേശം ഒരു 100 മില്ലി 150 മില്ലി ഓയിലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഓയിൽ കുറയണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒന്നോലെ വണ്ടി എൻജിൻ ഓയിൽ ലീക്കായിട്ട് പോകണം, അതല്ലെങ്കിൽ ഓയിൽ കത്തിപ്പോകണം. ഇതിപ്പോൾ നിലവിൽ ലീക്കേജ് നമുക്ക് അതിനുള്ള ലീക്കൊന്നും കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തി ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. അതിപ്പോൾ നമ്മളിനിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മളിപ്പോൾ മാറ്റി ബാക്കിയത്തെ സർവീസ് വർക്കൊക്കെ ചെയ്ത് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് പുകയുടെ പ്രശ്നം കാണിക്കാം. വെള്ളപ്പുക സൈലൻസറിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ആകെ എത്ര ഓയിലുള്ളൂ. ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അലുമിനിയം പിസ്റ്റനാണ് നമുക്ക് വരാം. അത് ശരിക്കും സിലിണ്ടറിൻ്റെ ബോറിൽ സ്ക്രാച്ചായിട്ട് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ക്രാച്ച് അയക്കണ ഭാഗത്തേക്കടെ ഇപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഓയിൽ കറക്റ്റ് ലെവലിലേക്ക് ചെല്ലും, ഓയിൽ പമ്പിങ് ചെയ്യും. ആ പമ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ ഹെഡിലേക്ക് ഫയറിങ് നടക്കുന്ന ഭാഗത്തേക്ക് എഞ്ചിൻ ഓയിൽ കയറി ചെന്നാൽ ഉറപ്പായിട്ടും പുകയുടെ പ്രശ്നം കാണിക്കും. അത് ഈ വണ്ടിക്ക് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രയ്ക്കും ഓയിൽ ലെവൽ കുറഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇനി ഒരു പക്ഷേ നമുക്കത് ഒഴിച്ചു ഭാഗ്യവശാൽ നമുക്കത് വന്നില്ല എന്ന് കരുതാം, ഓയിൽ പുകയുടെ പ്രശ്നം കാണിച്ചില്ല എന്ന് കരുതാം. എന്നാൽ പോലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലേക്ക് വീണ്ടും കയറിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. കുറഞ്ഞു പോയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ദിവസം നോക്കണം. കൂടുതലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ മെയിനായിട്ട് വന്ന എല്ലാ ഫംഗ്ഷനിലേക്കും അത് കയറി ബാധിക്കുകയും എഞ്ചിൻ ഡാമേജിലേക്ക് പോവുകയും ചെയ്യും. അതൊന്ന് പ്രത്യേകം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ് കേട്ടോ. അപ്പോൾ ഓയിൽ നമുക്ക് ഒരു പ്രാവശ്യം ഓയിൽ മാറ്റിയാൽ 3000 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ മാറ്റേണ്ട, അടുത്തായിട്ട് ആ ഓയിൽ മാറേണ്ട പരിധി. അത് കവർ ചെയ്ത് ഓടാതിരിക്കാൻ നോക്കാം. ഇപ്പോൾ ഇത് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയത് കൊണ്ട് നിർബന്ധമായിട്ട് 3000 വെച്ച് നോക്കി വെക്കരുത്. അടുത്തൊരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മളത് കയറ്റിയിട്ട് ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് പുക വരാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. നല്ല രീതിയിൽ പുകയുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ കയറി കത്തുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അനുമാനിക്കാം. അതനുസരിച്ചിട്ട് അതിന് വേണ്ട റിപ്പയറിങ്ങും മെയിൻ്റനൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഈ കംപ്ലയിൻറ്റ് വന്നേക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പാർട്സുകളുടെ ഭാഗങ്ങളടക്കം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലിടാം. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാം. ഒന്ന് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങും ഇവിടെ ഓയിൽ ലീക്കേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബെയറിങ്ങും മാറ്റി ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും. അതിന് ശേഷം നമ്മൾ ബ്രേക്ക് ലൈനർ മാറ്റാം. ബ്രേക്കിൻ്റെ കേബിളുകൾ 3 ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ സ്പീഡോമീറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ബെൽറ്റ് ഓൾറെഡി ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. എൻജിൻ ഓയിൽ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന എയർ ഫിൽറ്ററിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത്രയും പാർട്സുകൾ ഓൾറെഡി നിലവിൽ വണ്ടിയുമ്പോൾ ഡാമേജ് ഉണ്ട്. പിന്നെ 2024 ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ ഇരിക്കണമെങ്കിൽ ആ ബാറ്ററി ചെറുതായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽ ഡാമേജ് കാണിക്കുന്നുണ്ട്. അതൊന്ന് ഫുൾ ചാർജ് ചെയ്ത് വയ്ക്കുക. അത് ബാറ്ററി കംപ്ലയിൻറ്റ് വന്നാൽ പോലും വാറണ്ടിയിലുള്ളതാണ്, വേറെ ടെൻഷനൊന്നുമില്ല. എന്നാൽ പോലും നമുക്കതൊന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് അതിനകത്ത് ചെയ്തു വിടാം. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്തു വരുമ്പോൾ നമുക്ക് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. പിന്നെ നമുക്കതിനകത്ത് പറയാത്തൊരു കംപ്ലയിൻറ്റ്, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മിററിൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. മിററില്ല സൈഡിൽ. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രാക്കറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിറർ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടത്തിൽ അത് മാറ്റി പോകണം. അതായത് ഈ മിറർ പിടിപ്പിക്കുന്ന ഈ ലിവറിൻ്റെ ബ്രാക്കറ്റ് മാറ്റി വെച്ചാൽ തന്നെയാണ് നാളെ ഒരിക്കൽ കണ്ണാടി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഫ്രണ്ട് വീണ്ടും അഴിച്ചിട്ട് വേണം അത് മാറ്റാനായിട്ട്. ഇത്ര കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.